7 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3-ാം പതിപ്പിന് സമാപനമായി. മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിട്ടുപോയ ഒരു മുഖ്യ അതിഥി ശ്രീലങ്കൻ സാഹിത്യകാരി, ഏറ്റവും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ 7 ദിവസങ്ങളിൽ ആൾക്ക് കടന്നു വരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലിറ്റററി ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി വീണ്ടും ആ വലിയ ഗേറ്റ് അടക്കപ്പെടും. ഇനി ആളുകൾക്ക് നാളെ മുതൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും പാസും ഐഡന്റിറ്റിയും നൽകേണ്ടി വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു നിയമസഭാ കവാടം ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഇങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ, ഇങ്ങനെ തുറന്നാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ. പക്ഷെ അതിൽ 1-ാമത്തെ എഡിഷൻ മുതൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്, ജനങ്ങളാണ് യജമാനന്മാർ. ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇതിനകത്തിരിക്കുന്നവർ. സ്വാഭാവികമായും എല്ലാ ദിവസവും അവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വർഷത്തിലൊരു ചുരുങ്ങിയ ദിവസമെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് യഥേഷ്ടം കടന്നു വരേണ്ട കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ. It's very, very unique, and the naughty man in me has a smile on his face. Because we know what legislatures are in this country, what they are famous for in this country. Dethroning governments, fighting scams, discussion about it. But to see a legislative council or legislature, members of the legislature and the government to have a book fair. And as I walked in today, it was so heartening to see young kids sitting in the gallery, books everywhere in the legislative complex, people happily walking around. It was very, very touching to me. Environment that foster to love for reading, schools, libraries and families play a key role in this. I highly admire this festival programs. Actually this program remind us. സാഹിത്യ സദസ്സുകൾ, സംവാദങ്ങൾ, കഥയരങ്ങ്, കഥാപ്രസംഗം, കവിയും കഥ പറയും പാട്ടുകൾ തുടങ്ങി നിരവധി പരിപാടികളോടുകൂടി സമ്പുഷ്ടമായിരുന്നു നിയമസഭാ പുസ്തകമേള. 325ഓളം പുസ്തക പ്രകാശനവും 50ഓളം പുസ്തക ചർച്ചകളും മേളയുടെ. I request Honorable Finance Minister Sri K.N. Balagopal sir to present the memento to Srimati V.V. Padmasili. KLIBF-ന്റെ 4th എഡിഷൻ 2026 ജനുവരി 7 മുതൽ 13 വരെ ഇവിടെ വെച്ച് വീണ്ടും സംഘടിപ്പിക്കണം. പങ്കെടുക്കുവാനും എത്തിയിട്ടുള്ള പ്രിയമുള്ള ബഹുമാനരെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നവീനവും മാതൃകാപരവുമായ ഒരു പരിപാടിയാണ് കേരള നിയമസഭ ഈ സംഘടിപ്പിച്ചിട്ടുള്ള പുസ്തകോത്സവം. ലോകത്ത് തന്നെ ഇത്തരം പുസ്തകോത്സവങ്ങൾ നിയമസഭയുടെയും നിയമനിർമ്മാണ സഭകളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കേരളം എപ്പോഴും ലോകത്തിന് മാതൃകയാവുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങളുടേതാണ് ഈ സഭ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ പങ്കെടുക്കുന്ന സഭാ സമ്മേളനം നടക്കുന്നുണ്ട്. പക്ഷേ ആ സഭ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന പരിപാടികൾ കൂടി സംഘടിപ്പിക്കാനും അത് വലിയ അർത്ഥമുള്ള സദസ്സിനുമുള്ള ബഹുമാന്യരെ, രാജ്യത്താകെ മാതൃകയായി കേരള നിയമസഭയുടെ നേതൃത്വം നടത്തുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് 37 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായും അവരെല്ലാം ഏതെല്ലാം നിലയിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉൾപ്പെടുത്താൻ കഴിയുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിക്കുന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കും. കേരള നിയമസഭ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ
വിജയശില്പികളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നിയമസഭയുടെ ബഹുമാന സ്പീക്കറും ആധുനികമായ വർത്തമാനകാലത്തെ ശ്രദ്ധേയമായ നിരവധി കർമ്മബഹുലമായ പരിപാടികൾക്ക് ആമുഖം നൽകി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമാണ് 3ാം എഡിഷനായി പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇവിടെ സമാപിക്കുന്ന പുസ്തകോത്സവം. അതും കേരള നിയമസഭയുടെയും കേരളത്തിൻ്റെയും അമൂല്യമായ സംഭാവന തന്നെയാണ്. ഇതിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രകാശ് ഉൾപ്പെടെ അതിഥികളെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ധനകാര്യമന്ത്രി നേരത്തെ ശ്രീ പ്രകാശ് രാജിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഞങ്ങളൊക്കെ പുറത്തൊരുപാട് സംസാരിക്കുന്നവരാണെങ്കിൽ പോലും സഭയിൽ വരുമ്പോൾ ചുരുക്കും. കാരണം ഞങ്ങൾ ഒരുപാട് സംസാരിക്കാൻ ഈ സ്പീക്കർ സംസാരിക്കാറില്ല. അദ്ദേഹം ഞങ്ങളെ അനുവദിക്കാറ്. വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ, ബഹുമാനപ്പെട്ട MLA ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ N കൃഷ്ണകുമാർ, മറ്റ് സ്നേഹാദരണീയരായ സദസ്സിലുള്ള MLA. ജനുവരി 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ആശംസാ പ്രസംഗം നടത്തുന്നില്ല. തിരുനോട്ടം ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. നിയമസഭ എഴുത്തുകാർ മന്ത്രി സ്വാഗതം ചെയ്യുന്നു.